നമസ്കാരം. നവീൻ ഇൻസ്പയേഴ്സ് ദ ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. ഒരു സെയിൽസ്മാനെ സംബന്ധിച്ച് ആ വ്യക്തി കൃത്യമായ രീതിയിൽ കസ്റ്റമർ സൈക്കോളജി എന്താണെന്ന് മനസ്സിലാക്കേണ്ട ഒരു വ്യക്തിയാണ്. കാരണം കൃത്യമായ ഒരു കസ്റ്റമറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും കസ്റ്റമറെ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രമായിരിക്കും ഒരു സെയിൽസ്മാന് ഏറ്റവും മനോഹരമായ രീതിയിൽ, മാന്യമായ രീതിയിൽ, കസ്റ്റമർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ സെയിൽസ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഒരു സെയിൽസ്മാൻ എങ്ങനെയൊക്കെ സെല് ചെയ്യാം എന്ന് മാത്രം പഠിച്ചതുകൊണ്ട് കാര്യമില്ല. അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വേണമെന്ന് ആഗ്രഹിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വേണ്ട എന്ന് പറയുന്നതൊക്കെ തിരിച്ചറിയണം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കസ്റ്റമർ നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അത് വേണ്ട എന്ന് പറയുന്നതിന്റെ 6 കാരണങ്ങളെ കുറിച്ചാണ്. കൃത്യമായി ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ കസ്റ്റമർ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ മനോഭാവം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും കൃത്യമായി ആ കസ്റ്റമറോട് എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ള ഒരു സ്ട്രാറ്റജി ഡിവൈസ് ചെയ്യാനും ഒക്കെ നമുക്ക് സഹായപ്രദമായി മാറും ഈ വീഡിയോ. നമുക്ക് നോക്കാം ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വേണ്ട എന്ന് പറയുന്നതെന്ന്. നമ്പർ 1, they don't care. നിങ്ങളുടെ പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ സർവീസിൽ കസ്റ്റമർ കെയർ ചെയ്യാതിരിക്കുന്ന സാഹചര്യമാണ് ഒന്നാമത്തെ സാഹചര്യം. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആ പ്രൊഡക്റ്റ് കൃത്യമായി തന്നെ കസ്റ്റമർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സർവീസ് കൃത്യമായി തന്നെ നിങ്ങൾ കസ്റ്റമർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ കസ്റ്റമർക്ക് ആ പ്രൊഡക്റ്റിനെ വെറുമൊരു പ്രൊഡക്റ്റായി കാണാൻ മാത്രമേ കഴിയുന്നുള്ളൂ, അല്ലെങ്കിൽ സർവീസിനെ വെറുമൊരു സർവീസായി മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് തന്റെ ജീവിതത്തിൽ എന്ത് വാല്യൂ ആണ് തരുന്നതെന്ന് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സെയിൽസ്മാന് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഒരു പ്രൊഡക്റ്റിന്റെയോ സർവീസിന്റെയോ കൃത്യമായ വാല്യൂ കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കാതെ ആ പ്രൊഡക്റ്റിന്റെയോ സർവീസിന്റെയോ ഫീച്ചറുകൾ മാത്രം പറഞ്ഞു കൊടുത്തതായിരിക്കാം കസ്റ്റമർ നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന്മേൽ കെയർ ചെയ്യാത്തതിന്റെ കാരണം. ഇതിന്റെ പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ നാം നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് കസ്റ്റമറോട് സംസാരിക്കുന്ന സമയത്ത് കസ്റ്റമറുടെ ജീവിതത്തിൽ നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് കൊടുക്കുന്ന ബെനിഫിറ്റ് എന്താണ്, ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന്റെ വാല്യൂ എന്താണ്, ഇത് വ്യക്തമാക്കി കൊടുക്കുക. 2, they don't believe you can understand them. ഒരു കസ്റ്റമർ അടുത്ത് എന്നിട്ട് പ്രൊഡക്റ്റിനെ പറ്റി ചറവറ സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സർവീസിനെ പറ്റി നിർത്താതെ വാതോരാതെ സംസാരിക്കുന്നുണ്ട്, പക്ഷേ ആ കസ്റ്റമറെ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല. ഓരോ കസ്റ്റമറിനും ഓരോരോ പ്രശ്നങ്ങളാണ് തന്റെ ജീവിതത്തിലുള്ളത്. ആ പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാതെ പ്രൊഡക്റ്റ് വിൽക്കാൻ അല്ലെങ്കിൽ സർവീസ് വിൽക്കാൻ തന്നെ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ എന്ന് തോന്നിയാൽ കസ്റ്റമർ അവിടെ പ്രൊഡക്റ്റ് വേണ്ട എന്ന് പറയും. കാരണം അദ്ദേഹത്തിനെ മനസ്സിലാക്കുന്ന ഒരു സെയിൽസ്മാൻ അടുത്ത് നിന്നും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങാനായിരിക്കും ഇഷ്ടം. കൃത്യമായി കസ്റ്റമറെ മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ നിലവിലത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കി എന്തൊക്കെ നീഡുകളാണ് അദ്ദേഹത്തിന് ഉള്ളതെന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന്റെ പെയിൻ പോയിന്റ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേദനകൾ ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനുള്ള പരിഹാരം കൊടുക്കാൻ കെൽപ്പുള്ള സെയിൽസ്മാൻ ആണ് നിങ്ങളെങ്കിൽ കസ്റ്റമർക്ക് ഒരിക്കലും തോന്നില്ല നിങ്ങൾക്ക് ആ വ്യക്തിയെ മനസ്സിലാവുന്നില്ല എന്ന്. ചാടിക്കേറി പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വിൽക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അതിന് പകരമായി കസ്റ്റമറുടെ പെയിൻ പോയിന്റ് മനസ്സിലാക്കാൻ കുറച്ച് സമയം അദ്ദേഹത്തിന് ചെവി കൊടുക്കുക, കൃത്യമായി അദ്ദേഹത്തിന്റെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കുക, ഇതൊക്കെ ചെയ്താൽ മതി. കസ്റ്റമർക്ക് തോന്നി തുടങ്ങിക്കോളും നിങ്ങൾക്ക് അദ്ദേഹം പറയണത് മനസ്സിലാവുന്നുണ്ടെന്നും കൃത്യമായി ഒരു സൊല്യൂഷൻ നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ കഴിയുമെന്നും. 3, they don't believe you. നിങ്ങളെ കസ്റ്റമേഴ്സ് വിശ്വസിക്കുന്നില്ല. ട്രസ്റ്റ് ഇഷ്യൂ ആണ് ഇവിടെ വരണത്. നിങ്ങളെന്ന വ്യക്തിയിൽ കസ്റ്റമർക്ക് വിശ്വാസം വരുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ മുന്നേ പറഞ്ഞതുപോലെ തന്നെ കസ്റ്റമറുമായി ഒരു നല്ല ബന്ധം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കസ്റ്റമറെ കണ്ട സമയത്ത് കഴിഞ്ഞിട്ടില്ല. ഒരു റാപ്പോ ബിൽഡിംഗ് പ്രോസസ് പ്രോപ്പറായി നിങ്ങൾ ചെയ്തിട്ടില്ല. ആ കസ്റ്റമറുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാനോ, അദ്ദേഹത്തിന് താല്പര്യമുള്ള കാര്യങ്ങൾ സംസാരിക്കാനോ, അദ്ദേഹത്തിലൊരു ഡിസയർ ഉണ്ടാക്കാനോ, അദ്ദേഹത്തെ കൊണ്ട് ആക്ഷൻ എടുപ്പിക്കാൻ അതിനുശേഷം ശ്രമിക്കാനോ ഒന്നുമല്ല നിങ്ങൾ പോയിരിക്കുന്നത്. മറിച്ച് നിങ്ങൾ നേരെ എന്നിട്ട് പുഷ് ചെയ്യാണ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കസ്റ്റമർക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടാകില്ല. കസ്റ്റമർക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടാവണമെങ്കിൽ നിങ്ങളെന്ന വ്യക്തിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരു റാപ്പോ ഉണ്ടാവണം. അവിടെയാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് പ്രസന്റ് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നത്. അതല്ലാതെ ചെന്ന ഉടനെ നിങ്ങൾ പുഷ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇനി അത് മാത്രമല്ല, നിങ്ങൾ വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോൾ വളരെ ഓവറായിട്ടുള്ള വാഗ്ദാനങ്ങൾ കൊടുത്താലും പ്രശ്നമാണ്.
അതേപോലെ നിങ്ങളുടെ വാക്കുകളും നിങ്ങൾ ചെന്നിരിക്കുമ്പോഴുള്ള നിങ്ങളുടെ ആ സമയത്തെ ഭാവവും അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങൾ കോടികൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് അവസരത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ നിങ്ങൾ കയറി ചെന്നപ്പോൾ തന്നെ കസ്റ്റമർ ശ്രദ്ധിക്കുന്നുണ്ട്, ബെൽറ്റ് ആകെ കേടായ ഒരു ബെൽറ്റ് ആണ്, കയ്യിലെ വാച്ച് ഏതോ പഴകിയ ഒരു വാച്ചാണ്, നല്ല ഡ്രസ്സല്ല നിങ്ങൾ ഇട്ടിരിക്കുന്നത്, നിങ്ങൾ സംസാരിക്കുന്ന കോടികളുടെ കഥയാണ്. അവിടെ നിങ്ങൾ പറയുന്ന കാര്യവും നിങ്ങൾ നമ്മളെ മിസ്മാച്ച് പ്രശ്നമായി മാറും. ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് പറയുമ്പോഴാണെങ്കിലും ആ പ്രൊഡക്റ്റിനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളോട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ പ്രോമിസ് ആണ്, കസ്റ്റമർ നിങ്ങളെ വിശ്വസിക്കില്ല. അപ്പോ ഇവിടെ ചെയ്യേണ്ട കാര്യം കൃത്യമായി ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിൽ നിന്നും എന്ത് ഗുണം കിട്ടുന്ന വ്യക്തതയോടുകൂടി പറയാൻ കഴിയുക എന്നും, അതേപോലെ കസ്റ്റമറുമായി നല്ലൊരു ബന്ധം ഉണ്ടായതിനു ശേഷം മാത്രം പ്രൊഡക്റ്റ് സർവീസും സംസാരിക്കാൻ തുടങ്ങുക എന്നതാണ് നാം ചെയ്യേണ്ടത്. 4, they need proof to believe you. നിങ്ങളിലോ നിങ്ങളുടെ പ്രൊഡക്റ്റിലോ നിങ്ങളുടെ കമ്പനിയിലോ ആ കസ്റ്റമർക്ക് വിശ്വസിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ചില കൃത്യമായ തെളിവുകൾ വേണം. അവിടെ ഈ തെളിവുകൾ കൃത്യമായി കസ്റ്റമർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഒരു സെയിൽസ്മാൻ ചെയ്യേണ്ടത്. വെറുതെ സംസാരിച്ചുകൊണ്ടിരുന്നുകൊണ്ട് ഫലമുണ്ടാവില്ല. കസ്റ്റമർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വേണ്ട എന്ന് തന്നെ പറയും. അവിടെ കസ്റ്റമർക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഡേറ്റ ഉണ്ടെങ്കിൽ ആ ഡേറ്റ നിങ്ങളുടെ കമ്പനിയുടെയോ പ്രൊഡക്റ്റിന്റെയോ സ്പെഷ്യൽ സർട്ടിഫിക്കേഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ, സോഷ്യൽ പ്രൂഫുകൾ ഉണ്ടെങ്കിൽ, ടെസ്റ്റിമോണിയൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ, കൂടാതെ പ്രൊഡക്റ്റിന്റെ ഒരു ഡെമോ കൊടുക്കാം നമുക്ക്, അല്ലെങ്കിൽ ഒരു ട്രയൽ ആയിട്ട് ഫ്രീ ആയിട്ട് തന്നെ ട്രയൽ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാം. അപ്പൊ ഇത്തരത്തിലൊക്കെ പ്രൂഫ് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കസ്റ്റമർക്ക് നമ്മളിൽ ഒരു ബിലീഫ് ഉണ്ടാവും. ഇവിടെ കസ്റ്റമർ ആവശ്യപ്പെടുന്നത് കൃത്യമായ തെളിവുകളാണ്. ആ തെളിവുകൾ കൊടുത്താൽ കസ്റ്റമർ നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങാൻ തയ്യാറാവും. കസ്റ്റമർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇപ്പോൾ പറഞ്ഞത്. അവർക്ക് കൃത്യമായ പ്രൂഫ് വേണം നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയെ വിശ്വസിക്കാൻ. 5, they had a bad experience. ഇതിനു മുമ്പ് നിങ്ങൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സർവീസ് പോലൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നമ്മുടെ കസ്റ്റമർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച സമയത്ത് വളരെ ബാഡായ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ കസ്റ്റമർക്ക് ലഭിച്ചത്. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ള കസ്റ്റമറെ സംബന്ധിച്ച് നിങ്ങൾ എത്ര മനോഹരമായ പ്രൊഡക്റ്റോ സർവീസോ പറഞ്ഞു കൊടുത്താലും വിശ്വാസം ഉണ്ടാവില്ല. ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, സ്കെപ്റ്റിക്കൽ ആയിരിക്കും അദ്ദേഹം ആ പ്രൊഡക്റ്റിന്മേൽ, കൺഫ്യൂസ്ഡ് ആയിരിക്കും ആ പ്രൊഡക്റ്റിന്മേൽ. അവിടെ ആ കസ്റ്റമർ ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് സാർ ഈ പ്രോഡക്റ്റ് അതല്ല സാർ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സാറൊന്ന് വാങ്ങിച്ച പ്രൊഡക്റ്റ് അല്ലേ ഇത് മറ്റൊരു പ്രൊഡക്റ്റ് ആണ് എന്നൊന്നുമല്ല പറയേണ്ടത്. ആദ്യം അദ്ദേഹത്തിന്റെ ആ ബുദ്ധിമുട്ടിനെ അക്നോളജ് ചെയ്യുക. ഓക്കെ സാർ, അങ്ങനെ സംഭവിച്ചല്ലേ, അന്ന് ഇതേപോലെ താങ്കൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ബുദ്ധിമുട്ടുണ്ടായല്ലേ, അത് എന്തുകൊണ്ടാണ് ഉണ്ടായത്? അപ്പൊ കൃത്യമായി കസ്റ്റമർ ഇന്ന കാരണങ്ങളുണ്ടാന്ന് പറയും. അവിടെ ഇന്ന കാരണങ്ങളുള്ള ഇംപ്രൂവ്മെന്റ്സ് നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പറയുക സാർ ഇത് അതല്ല പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിന്മേൽ ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തുകയും അതിന്മേൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കുകയും ചെയ്തൊരു പ്രൊഡക്റ്റ് ആണിത്. സാർ ഒന്ന് ഒരു ഡെമോ എടുത്തു നോക്കൂ, ഡെമോ എടുത്തതിന് ശേഷം സാർ കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി. മാത്രമല്ല സാർ, ഇതേ പ്രൊഡക്റ്റ് മുൻപ് ഇങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് ബുദ്ധിമുട്ടുണ്ടായ ഒരു വ്യക്തി തുടർന്ന് ഈ പ്രൊഡക്റ്റ് എടുക്കുകയും വളരെ സാറ്റിസ്ഫൈഡ് ആവുകയും ചെയ്തതിന്റെ ഒരു ടെസ്റ്റിമോണിയലാണ് സാർ ഇത്. ഇത്തരത്തിൽ കൃത്യമായി ആ ഒരു പ്രശ്നത്തെ ടാക്കിൾ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഒരു സെയിൽസ്മാൻ ചെയ്യേണ്ടത്. അവിടെ കസ്റ്റമർ നിങ്ങളോട് ഡിമാൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് മോശമാണെന്നല്ല. എനിക്ക് പണ്ട് ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, ചതിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു മോശം പ്രൊഡക്റ്റ് ഉപയോഗിച്ച ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവം തന്നെ വീണ്ടും ഉണ്ടാവുമെന്ന ഭയമാണ് ആ വ്യക്തിക്കുള്ളത്. ആ ഭയത്തെ അതിജീവിക്കാനുള്ള കോൺഫിഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് സെയിൽസ്മാൻ ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് കസ്റ്റമർ പറയുന്ന ഒരു 5ാമത്തെ കാരണം, അല്ലെങ്കിൽ കസ്റ്റമർ നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ വേണ്ട എന്ന് പറയുന്നതിന്റെ 5ാമത്തെ കാരണം അവരുടെ പഴയ ബിറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. 6, they don't feel urgency. അർജന്റ് ആയിട്ട് എനിക്കൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വേണമെന്ന് അവർക്ക് തോന്നണില്ല. അതായത് ഒരു പെർസീവ്ഡ് പ്രോബ്ലം അവർക്കില്ല. അവരുടെ ചിന്തയിൽ ഒരു പ്രശ്നം അവിടെ തോന്നുന്നില്ല. അത് ഈ പ്രൊഡക്റ്റോ സർവീസോ ഇല്ലെങ്കിലും കംഫർട്ടബിൾ ആയിട്ട് കാര്യങ്ങൾ പൊക്കോളും, ഈ ചിന്തയാണ് അവർക്കുള്ളത്. ഈ സമയത്ത് നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ വ്യക്തമാക്കി കൊടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഉപയോഗിച്ചില്ലെങ്കിൽ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന പൊട്ടൻഷ്യലായ ഡാമേജുകൾ അല്ലെങ്കിൽ പൊട്ടൻഷ്യലായ നഷ്ടങ്ങൾ അതെന്തൊക്കെയാണെന്ന് സെയിൽസ്മാൻ വ്യക്തമാക്കി കൊടുക്കണം. ഓട്ടോമാറ്റിക്കലി കസ്റ്റമർക്ക് ഒരു അർജൻസി ഉണ്ടാവും. മാത്രമല്ല ആ സമയത്ത് നമ്മൾ അവതരിപ്പിക്കുന്ന പ്രൊഡക്റ്റിനോ സർവീസിനോ ഒരു ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ കസ്റ്റമർ ധരിക്കുന്ന ഈ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഓഫർ എന്നും കാണുന്നതാണ്. കസ്റ്റമറോട് പറയണം ഇത് ഈ ടൈം ഫ്രെയിമിലേക്ക് മാത്രമുള്ള ഷോർട്ട് ടൈം ആയിട്ടുള്ള ഓഫറാണ് എന്ന്. അപ്പൊ അത്തരത്തില് കസ്റ്റമർക്ക് ഒരു അർജൻസി ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ പ്രൊഡക്റ്റോ സർവീസോ ഉപയോഗിക്കാതിരുന്നാൽ കസ്റ്റമർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്നും കൃത്യമായി സൈറ്റ് ചെയ്യണം. എന്നല്ലെങ്കിൽ എന്ത് ഗുണമാണ് നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് പറഞ്ഞു കൊടുക്കണം. അതല്ലെങ്കിൽ കസ്റ്റമർക്ക് ഇത് ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന ആപത്ത് എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അതുമല്ലെങ്കിൽ ഈ ഷോർട്ട് ടൈമിലേക്ക് മാത്രമുള്ള ഈ ഓഫർ നഷ്ടപ്പെട്ടു പോകും എന്നത് പറഞ്ഞു കൊടുക്കണം. ഈ രീതിയിൽ അർജൻസി അവിടെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഈ പറഞ്ഞ 6 കാരണങ്ങളാണ് പൊതുവെ
ഒരു കസ്റ്റമറെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വേണ്ട എന്ന് പറയുന്നതിന്റെ കാരണങ്ങൾ 3 ഏരിയാസ് മാത്രമാണ് ഞാൻ ഇതിൽ ടച്ച് ചെയ്തത്. ഒന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് കസ്റ്റമർക്ക് ഒരു നീഡ് ഇല്ലാത്ത അവസ്ഥയാണ്. രണ്ടാമത്തെ ഏരിയ കസ്റ്റമർക്ക് ട്രസ്റ്റ് അല്ലെങ്കിൽ വിശ്വാസം ഇല്ലാത്തൊരവസ്ഥയാണ്. 3 കസ്റ്റമർക്ക് ഏർജൻസി ഇല്ലാത്ത ഒരവസ്ഥയാണ്. ഇത് കൂടാതെ സമയമില്ലാത്തതുകൊണ്ടും പണമില്ലാത്തതുകൊണ്ടും കസ്റ്റമേഴ്സ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വേണ്ട എന്ന് പറയാറുണ്ട്. എന്നാലും പ്രധാനമായും ഒരു സെയിൽസ്മാൻ പഠിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ പറഞ്ഞ 6 കാര്യങ്ങളെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത്. നിങ്ങൾക്കിത് കൃത്യമായി മനസ്സിലായെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലായി എന്ന അർത്ഥം വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് സെയിൽസ് ഇംപ്രൂവ് ചെയ്യും എന്ന അർത്ഥം വരുന്ന രീതിയിൽ IWD എന്ന വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം. ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഫീൽഡിൽ പോകുന്ന സമയത്ത് ഉപയോഗിക്കും എന്ന അർത്ഥം വരുന്ന രീതിയിൽ IWD എന്ന് വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഇതേപോലുള്ള ഇൻസ്പിറേഷണലായ സെയിൽസിലും ബിസിനസ്സിലും ഒക്കെ ഡെവലപ്മെന്റിന് സഹായിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. NK signing off.